ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അപ്പോൾ ഞാനാണെങ്കിൽ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കുറച്ച് കടലക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കൂടെ നമ്മളിന്ന് പുട്ടാണ് കേട്ടോ. പുട്ടും കടലക്കറിയല്ലേ കോമ്പിനേഷൻ. ആദ്യമൊക്കെ നമ്മൾ പുട്ടും പഴമൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പഴത്തിനെയൊക്കെ ഒഴിവാക്കിയിട്ട് കടലക്കറിയും അതുപോലെയുള്ള കുറച്ച് കടലക്കറി, ബീഫ് കറി, ചിക്കൻ കറി അതൊക്കെയല്ലേ കൂട്ടുന്നത്. ഇന്നിപ്പോൾ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു റെസിപ്പി, എനിക്കറിയാവുന്ന റെസിപ്പി ഞാൻ നമ്മുടെ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരച്ചരയ്ക്കാത്ത ഒരു കടലക്കറിയാണ്, പക്ഷേ കടലക്കറിക്ക് നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കള കുറച്ച് ക്ലീൻ ചെയ്യുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ബാക്ക് ടു കടലക്കറിയിലോട്ട് വരാം. ഞാൻ കുക്കറിൽ ഓൾറെഡി കുറച്ച് കടലയും അതുപോലെ തന്നെ സവാള, തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെടുത്ത ഒരു സവാളയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ പകുതിയാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതായത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഒക്കെ കുറച്ച് അല്പം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എരിവൊന്നും ഞങ്ങൾ അധികം കൂട്ടാറില്ല. അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ കടലക്കറിയിൽ ഞാൻ കുറച്ച് എന്താ പറയുക നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കടലക്കറി മസാല. അത് പ്രത്യേകമായിട്ടുള്ളൊരു മസാലക്കൂട്ട് ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ ലഭ്യമാണ്. ബ്രാഹ്മിൻസിൻ്റെ ഒരു ബ്രാൻഡാണത്. അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ മസാല പാക്കറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മസാല ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ എന്താ പറയുക കറുകപ്പട്ട ഇതൊക്കെ ഉണ്ടല്ലോ, ജീരകം, വലിയ ജീരകം, അതൊക്കെ വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ അതായിരുന്നു ആ ഒരു പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു മസാല പാക്കറ്റ് യൂസ് ചെയ്തതിന് ശേഷം കടലക്കറിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കടലക്കറിയിൽ യൂസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ മസാലയും കുറച്ച് അല്പം അധികം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കടലക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. മസാലയെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പുട്ടിനുള്ള മാവും കൂടി കുറച്ച്, ഞാനും ഉദയണ്ണും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾക്കുള്ള മാവും കൂടി കുറച്ചെടുത്തൊന്ന് നനച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് മാവും കാര്യങ്ങളൊക്കെ പൊടിപ്പിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ മാത്രം നമ്മൾ പാക്കറ്റ് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ കടല എന്താ പറയുക, ഞാൻ ആ ഒരു മസാല ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന കടലയാണ് കേട്ടോ ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി നമുക്ക് ആവശ്യത്തിന് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച കടലയുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മളെന്താ അതിലോട്ട് ആ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു രീതിക്ക് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തിളച്ച് വരുന്നതിലോട്ട് ഈ ഒരു മിക്സിങ് നമ്മൾ അതിലോട്ട് ചേർക്കുവാണ്. അപ്പോൾ കടലക്കറിക്ക് നമ്മൾ നമുക്ക് തേങ്ങ അരയ്ക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ വീട്ടിലെ വേറെ 2 അതിഥികളുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന് വാങ്ങിച്ച 2 പേരാണ് കേട്ടോ ഇത്. നമ്മുടെ മണി പ്ലാന്റും അതുപോലെ തന്നെ ബാമ്പും. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വെക്കുകയാണെങ്കിൽ കെയർ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആണല്ലോ. ഞാൻ ഓൾറെഡി കുറച്ച് നമ്മുടെ ചെടികളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ അവർക്കധികം
സൺലൈറ്റ് കിട്ടാത്ത കാരണം കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ അവരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് പുഷ്ടിച്ചെടുക്കണം. വെള്ളം മാത്രമല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഞാൻ വീക്ക്ലി 1 ടൈം അല്ലെങ്കിൽ 2 ടൈംസ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ഇത് അകത്ത് തന്നെയാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാത്രം പുറത്ത് നമ്മുടെ ആ ബാൽക്കണിയുടെ സൈഡിൽ കുറച്ച് നേരം വെയിൽ കൊള്ളിക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ അകത്തോട്ട് എടുത്ത് വെക്കാറ്. ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം 2 പേർക്കും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ 2 പേരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വെയിൽ കൊള്ളിച്ചിട്ടാണ് പിന്നെ നമ്മുടെ കടലക്കറിയും പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയത്. അതിൻ്റെ ഇടയിൽ ഇന്ന് ഉദയേട്ടൻ ഓഫീസിൽ പോകണം. അപ്പോൾ ഉദയേട്ടൻ റെഡി ആവാൻ വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് റെഡി ആക്കണം കേട്ടോ ഫുഡ്. അപ്പോൾ ഇന്ന് ആദ്യം ഉദയേട്ടൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മടി പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെയും പോകുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ചാടി എഴുന്നേറ്റതാണ്. അപ്പോൾ ഓൾറെഡി കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടലയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ഞാൻ ഒന്നല്ലെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു സവാള ഉള്ളിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് കടലക്കറി ഉണ്ടാക്കി. പുട്ടാണെങ്കിലും നമ്മൾ എന്താ പറയുക എല്ലാം പെട്ടെന്നായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനും ഞാൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കണമല്ലോ, നമ്മൾ പോകുന്നതിന് പിന്നാലെ തന്നെ ക്യാമറയും വരണമല്ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡൊക്കെ വന്ന് വൃത്തിയാക്കി. അപ്പോഴേക്കും ഉദയേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളിക്കാൻ കയറുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കണം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെല്ലാം അവരെ പിന്നാലെ നമ്മളെല്ലാം നടന്ന് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഞാനെല്ലാം എല്ലാ സംഭവങ്ങളും എടുത്ത് വെക്കുന്നത് കൊണ്ടിട്ട് ഉദയേട്ടന് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഇതെവിടെയെന്ന് ഇങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കലാണ് ചെയ്യാറ്. അതുകൊണ്ടിട്ട് തന്നെ എല്ലാ സാധനവും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ബാൽക്കണിയിൽ വന്ന് നോക്കി. അപ്പോൾ നല്ല സൂര്യപ്രകാശം വരുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ സ്പേസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നേനെ. ഇതിപ്പോൾ ഇങ്ങനെ ഗ്രില്ലിട്ടിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും എനിക്ക് പുറത്തോട്ട് നടക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി പുറത്ത് നടക്കാനൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ കടലക്കറി അടുപ്പത്തിരിക്കുകയാണല്ലോ. അപ്പോൾ വേഗം ചെന്ന് കടലക്കറിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉദയേട്ടൻ കുളിക്കാൻ കയറിയപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉദയേട്ടൻ്റെ ഫോണിലാണ് നമ്മുടെ ബ്ലിങ്കിറ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണേ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ എനിക്ക് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ പയറ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിലും അവിടെ പോയി വാങ്ങിക്കാറില്ല. കുറച്ച് അധികം പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ ഓർഡർ ചെയ്ത് വരുത്തിക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉദയേട്ടൻ്റെ കുളി കഴിഞ്ഞു. അപ്പോഴേക്കും ഫുഡ് ഫസ്റ്റ് നമ്മൾ ചിരട്ടപ്പുട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഉദയേട്ടനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ വേഗം ഒന്ന് സെറ്റാക്കി കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനും ഉദയേട്ടനും മാത്രമേ ഉള്ളപ്പോൾ നമ്മളങ്ങനെ ഡൈനിങ് ടേബിളിലൊന്നും ഇരിക്കാറില്ല കേട്ടോ. ഇവിടെ ഹാളിൽ ഇവിടെ വന്ന് ഇരിക്കലാണ് പതിവ്. അപ്പോൾ ചിലർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഡൈനിങ് ടേബിൾ ഇല്ലേന്ന്. പക്ഷേ ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ട്, നമ്മളത് യൂസ് ആക്കാറില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കലുള്ളൂ. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചില സമയം TV ഒക്കെ വെക്കും, അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോഴാണ് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ ഞാൻ ഇതുവരെയും കുളിച്ചിട്ടില്ല. അപ്പോൾ ഉദയേട്ടന് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും വേഗം പോയി കുളിക്കാമല്ലോ എന്നൊക്കെ ഓർത്തു. അപ്പോൾ ഉദയേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനും വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കാരണം കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനമാണല്ലോ. കാരണം പണ്ടൊക്കെ ഞാൻ വളരെ വളരെ ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കൽ. രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി എനിക്ക് തോന്നിയ പോലെയായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ടൈമിങ് ഉണ്ടായിരുന്നേ ഇല്ല. അപ്പം ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വന്നത് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ഫുഡ് കഴിക്കാം. മാക്സിമം ഒരു 9 മണി 9:30 തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അതിൽ നേരത്തെ കഴിക്കണം എന്നാണ് പറയുന്നത്.
പക്ഷേ നമുക്ക് മാക്സിമം 9:30 ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ ലഞ്ചാണെങ്കിലും ഒരു 12:30 മുന്നേ നമ്മൾ കഴിക്കണം കേട്ടോ. 12:30 തന്നെ കഴിക്കണം, ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവർ. അപ്പം ഞാൻ ആദ്യമൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിലും എന്താ പറയുക, കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു സമയം തെറ്റിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പണികളൊക്കെ ചെയ്യാൻ കുറച്ച് റിലാക്സ് ചെയ്താൽ മതിയല്ലോ എന്നോർത്തിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ഉദയേട്ടൻ പോകുന്നതിനെക്കാട്ടി മുന്നേ ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു. അതുമല്ല, അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് നമുക്ക്. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാനൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറേ പയറും കടലയും ഉഴുന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ വെക്കുന്ന ടിന്നുകളിൽ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ആ ഒരു പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊന്നിങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പുകളെല്ലാം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡായിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ, അതാണ് കുറച്ച് സ്പീഡായിട്ട് കൊടുത്തേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രം, അതുപോലെ തന്നെ ഞാൻ അവിടെ ഇങ്ങനെ കുറേ ടിന്നുകളൊക്കെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പം നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് ഹാളിൻ്റെ ഭാഗത്താണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ബാമ്പൂവിൻ്റെ ഇതുണ്ടല്ലോ, അത് ഞാൻ അടുക്കളയിലാണ് വെച്ചേക്കുന്നത്. കാരണം കുറച്ചൊക്കെ സൺലൈറ്റ് നമുക്ക് അടുക്കളയുടെ ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ടിട്ട് അവിടെയാണ് ഞാനത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഇരുമ്പിൻ്റെ സ്റ്റാൻഡും കൂടെ ഞാനൊന്ന് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അതിൽ എണ്ണയുടെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ലീക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. കുറച്ചൊക്കെ വെയിലൊക്കെ കൊണ്ടപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടി കേട്ടോ. നമ്മുടെ ആ ഒരു സൈഡ് കുറച്ച് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടാണ് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴേക്കും അതിൻ്റെ അകത്തോട്ട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ വെക്കുന്ന ഏരിയ യൂട്ടിലിറ്റി ഏരിയ ആണ്. അവിടെയാണ് നമ്മളെല്ലാ സാധനവും ഒന്ന് ഡംപ് ചെയ്തേക്കണേ കേട്ടോ. കുറേ ബോക്സുകളും കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയാണ് സ്പേസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചില സമയങ്ങളിൽ, അതായത് മാസത്തിൽ 1-2 തവണയൊക്കെ ഇതുപോലെ ഫുൾ ക്ലീൻ ചെയ്യും കേട്ടോ. കിച്ചണൊക്കെ ആണെങ്കിലും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ എന്തെങ്കിലും ടിന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ തുമ്മൽ അലർജി ഇഷ്യൂസൊക്കെ വരും. മല്ലിപ്പൊടി, മുളക് പൊടിയുടെ ഒക്കെ ടിന്ന് തുറക്കുമ്പോൾ തന്നെ തുമ്മിക്കൊണ്ടിരിക്കലായിരിക്കും പരിപാടി. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ ദിവസം തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം, അതായത് ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് ആ ബോട്ടിലുണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച അതാട്ടോ ഞാൻ കാണിക്കുന്നത്, വെളിച്ചെണ്ണയുടെ കുപ്പിയാണത്. ഇവിടുത്തെ തണുപ്പ് കാരണം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. അതിപ്പോൾ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട് ആ എണ്ണ. നമുക്കത് യൂസ് ആക്കാൻ പറ്റത്തില്ല. തലയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എണ്ണ അതിന് മാത്രം വേണ്ടി യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചേക്കുന്നത്. തലയിൽ തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈമയും കാലുമയൊക്കെ തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ബ്ലിങ്കിറ്റിലെ സാധനങ്ങൾ വന്നിട്ട് അവിടെ സൈഡിൽ തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഹാളിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. ഞാൻ അടുക്കളയിലോട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ അങ്ങനെ താഴേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. കുറേ കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, റവ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് ഏത്തപ്പഴവും പിന്നെ പേരയ്ക്കയും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും ചുവന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.